ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാവൂല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതേ നമുക്കിന്ന് എളുപ്പത്തിലൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം കേട്ടോ. എന്നെപ്പോലെ മടിച്ചികളൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണുള്ള ഈ കറി. പക്ഷെ ഞാൻ എന്തൊക്കെയേ പറയുന്നുണ്ട് അല്ലേ, തെറ്റായിട്ട് ഒന്നുമില്ല. എന്നെപ്പോലെ കറി വയ്ക്കാനൊക്കെ മടിയുള്ള സമയത്ത് മടിച്ചികൾക്കായിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് പറഞ്ഞു വന്നപ്പോൾ വെള്ളി വീണുന്നേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ടൊരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം സവാള, ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയ തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുക്കർ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അതിൽ വെള്ളമൊക്കെ വറ്റണ വരെ ക്ഷമിക്കാം. ചിലപ്പോൾ എനിക്ക് ക്ഷമയൊന്നും ഉണ്ടാവലില്ല. ഞാനപ്പോൾ ഫ്ലെയിമൊക്കെ കൂട്ടി വച്ച് വേഗം പെട്ടെന്ന് പണി തീർക്കാൻ നോക്കും. അപ്പോൾ അതേ വെള്ളമൊക്കെ വറ്റി വന്നു. എണ്ണ ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരട്ടെ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മൂക്കട്ടെ, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് മൂപ്പായാൽ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സവാളയെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചില ദിവസങ്ങളിൽ നമ്മളൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോൾ എല്ലാവർക്കും ഒരു മടിയൊക്കെ കാണില്ലേ അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ വേണ്ടേ, ഇന്നിപ്പോൾ എന്താ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ എല്ലാവരും വിചാരിക്കുക. നമ്മൾ ഓരോ ദിവസം വ്യത്യസ്തമല്ലേ. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് മടിയുണ്ടാവും, ചില ദിവസങ്ങളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. എൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്ക് അടുക്കളയിലോട്ടേ വരാൻ തോന്നില്ല, നല്ല മടിയാവും. പിന്നെ നമ്മൾ ചെയ്യണമല്ലോ, മക്കൾക്കൊക്കെ പട്ടിക്കിടാൻ പറ്റില്ലല്ലോ, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കേണ്ട വെച്ചിട്ട് അങ്ങോട്ട് മനസ്സോടെ അങ്ങോട്ട് ഉണ്ടാക്കാനാണല്ലേ എല്ലാവരും. അപ്പോൾ അതേ നമ്മൾ സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം സവാളയൊക്കെ മൂത്ത് വന്നാൽ നമ്മൾ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണേ. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് വഴണ്ടതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ തക്കാളിയിൽ കിടന്നത് മസാലകളൊക്കെ മൂക്കാൻ താമസമായിരിക്കും. അപ്പോൾ തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാവർക്കും മടിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊക്കെ തേങ്ങ അരയ്ക്കാത്തൊരു ഗ്രീൻ പീസ് കറിയാണിത്. അപ്പോൾ എല്ലാവരും ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കാം. അപ്പോൾ തക്കാളി വഴണ്ട് വന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. അല്പം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ആവരുത്. മല്ലിപ്പൊടി കൂടുതലായ നമ്മൾ കറിക്ക് ഒരു മല്ലിക്കുത്ത് ടേസ്റ്റ് വരും. കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് മസാലകളൊക്കെ ഒന്ന് ആ എണ്ണയിൽ കിടന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് വേറെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ നമ്മളെ തക്കാളി സവാളൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. മസാലകളൊക്കെ മൂത്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പോതേന്ന് പറയണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാവരും എൻ്റെ വർത്താനം ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ വേണ്ട, എനിക്കതങ്ങനെ പറഞ്ഞ് ശീലമായി. അപ്പോൾ അങ്ങനെ വരുള്ളൂ. കണ്ടോ, നമ്മളെ ഗ്രീൻ പീസ് കൂട്ടനെ നമ്മൾ മസാലയോട്ട് തട്ടി കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണേ. നമുക്ക് കറിക്ക് ചാറ് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വയ്ക്കണം. ഒരു 4-5 വിസിൽ എങ്കിലാണ് നമ്മളെ ഗ്രീൻ പീസൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. കണ്ടോ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ്. നമ്മൾ കറി തുറന്നു, ക്യാമറയിലേക്ക് തന്നെ പുക വന്നു. അപ്പോൾ നമ്മൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട. ഉപ്പൊക്കെ ഇല്ലേന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുക. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മാത്രം
ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മടിച്ചുകൾക്കുള്ള കറി ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക് യു.